ആലത്തൂർ മുനിസിപ്പൽ കോടതിയിൽ പരേഡ് കണ്ട ശേഷം ഇനി നമുക്ക് പതാക ഉയർത്തുന്നത് നോക്കാം. അതിഗംഭീരമായിട്ട് പതാക ഉയർത്തി എല്ലാവരും സല്യൂട്ട് ചെയ്തു. അതിന് ശേഷം ജഡ്ജസിൻ്റെയും പ്രസിഡന്റ്, സെക്രട്ടറി ഇവിടെയൊക്കെ സ്പീച്ചാണ്, അതുകൂടി നമുക്ക് കേൾക്കാം. വളരെ 3 വർഷത്തെ കാലയളവ്, 3 വർഷം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഭരണഘടന ഉണ്ടാക്കാനുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ 3 വർഷം എന്ന് പറയുന്നത് ചെറിയ ഒരു പീരീഡാണ്. ആ പീരീഡിനകത്ത് പലതരത്തിലുള്ള ചർച്ചകളും മറ്റും എന്നിട്ടാണ് ഇതിൻ്റെ ഒരു രൂപരേഖ ഉണ്ടാക്കിയത്. അത്തരമൊരു ഭരണഘടന ഇപ്പോഴും ഇത്രയും ശക്തിയോടുകൂടി തന്നെ നിലനിൽക്കുന്നു എന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് ഇത് റിപ്പബ്ലിക് ഡേയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് ഇന്ത്യ ഇന്ന് 75ാം റിപ്പബ്ലിക് ദിനമാണ്. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ പദത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ വാക്ക് കടന്നു വന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്, റസ് പബ്ലിക്ക. എല്ലാ വാക്കുകളും ഇംഗ്ലീഷ് വാക്കുകളും അതിൻ്റെ പേര് ലറ്റില്ല. റസ് പബ്ലിക്ക എന്ന് പറഞ്ഞാൽ പബ്ലിക്കാണ് പരമാധികാരി. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ആൾക്കാരും വിഭാവനം ചെയ്തിട്ടുള്ളതും അത് ഇന്ന് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നതുമാണ് അത് തന്നെയാണ്. ജനങ്ങളാണ് പരമാധികാരി. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ആണ് ഭരിക്കുന്നതെങ്കിലും അവർ ജനങ്ങളുടെ സേവകർ മാത്രമാണ്. എല്ലാവരുടെയും സ്പീച്ചിന് ശേഷം പരേഡിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മെഡലും ട്രോഫിയും, അതുപോലെ അവരെ കൊണ്ടുവന്ന ടീച്ചേഴ്സിനും ട്രോഫിയും മെഡലും കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് കുറച്ച് ഫോട്ടോസും കുട്ടികളുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസും അതുപോലെ ദേശീയഗാനം കേൾക്കാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാവ്യ വിധാത പഞ്ചാബ സിന്ധുധര തമരാത്ത വാവെല ഉജ്ജല രംഗ സിന്ധ്യ വിവാല യമുന ഗംഗ ഉജ്ജല ജയദിത ഗംഗ തബ ശുഭ